അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചില കുട്ടികൾ ക്ലച്ച് ചവിട്ടാൻ പറയുമ്പോൾ അവർ ക്ലച്ചിനെ സാവധാനത്തിലാണ് ക്ലച്ച് ചവിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മളെ വണ്ടിയുടെ ക്ലച്ച്. അപ്പോൾ നമ്മൾ ക്ലച്ച് ചവിട്ടുമ്പോൾ ഒരു വണ്ടിയിൽ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന ബ്രേക്കാണ്. അപ്പോൾ നമ്മളൊരു ഒരു കാറിലുള്ള അതേ ഓപ്പറേറ്റിംഗ് സിസ്റ്റമിൽ ഇവിടെ ഉണ്ട്, ഇത് ഓടുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ എപ്പോഴും ഏത് കാര്യം ചെയ്യുമ്പോഴും ഫസ്റ്റ് ചെയ്യുന്ന ബ്രേക്കാണ്. അപ്പോൾ ഈ ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് നമ്മുടെ മനസ്സിനകത്ത് പതിയാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ബ്രേക്കിൽ തന്നെ തുടങ്ങുന്നത്. ചില കുട്ടികളെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ കയറി ആദ്യമേ ക്ലച്ചിലാണ് ചവിട്ടിയത്. അപ്പോൾ ഒരു വാഹനത്തിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും ആദ്യം ബ്രേക്കാണ് എന്നും അവസാനം നമ്മൾ കാലെടുക്കുന്നത് ബ്രേക്കിലാണ് എന്ന് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ട് അവൻ ആദ്യം കയറി ക്ലച്ചിൽ ചവിട്ടി എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിപ്പിക്കുന്ന ക്ലാസ്സുകളെ അതുപോലെ ഫോളോ ചെയ്യാത്തതുകൊണ്ടാണ് അത്തരം മിസ്റ്റേക്കുകൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ബ്രേക്കാണ്. ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ അടുത്തത് ക്ലച്ചാണ്. അപ്പോൾ എപ്പോഴും ക്ലച്ച് ചവിട്ടുന്നതും ഒറ്റ ചവിട്ടായിരിക്കും കണ്ടോ. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലായതുകൊണ്ട് ഓരോ പ്രാവശ്യം ഈ ക്ലച്ച് ഇങ്ങനെ ചവിട്ടുന്ന സൗണ്ട് പഠിപ്പിക്കുന്ന ആളിനെ കേൾപ്പിക്കണം ഇങ്ങനെ. അപ്പം ചില കുട്ടികളോട് ക്ലച്ച് ചവിട്ടാൻ പറഞ്ഞാൽ അവർ കാലെടുത്ത് പയ്യെ ചവിട്ടുള്ളൂ, എന്നിട്ട് തന്നെ പകുതി ചവിട്ടി നിർത്തും. അപ്പോഴും ബാക്കിയുടെ ചവിട്ടാൻ പറയുമ്പോഴേ അവർ ചവിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ആ കുട്ടികൾക്ക് ക്ലച്ച് ചവിട്ടാനുള്ള പ്രാക്ടീസ് ആയിട്ടില്ല എന്നർത്ഥം. അപ്പോൾ അത്തരം കുട്ടികൾ ഇവിടെ ഇരുന്നുകൊണ്ട് സഡനായി ക്ലച്ച് ചവിട്ടി പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ ക്ലച്ച് ചവിട്ടുന്ന എപ്പോഴും സഡനായിട്ടാണ്, എടുക്കുന്നത് സാവധാനത്തിലാണ്. അപ്പോൾ എപ്പോഴും ഒറ്റ ചവിട്ട്. അപ്പോൾ ക്ലച്ച് ചവിട്ടി ആക്സിഡൻറ്റ് കുറച്ചു, വീണ്ടും ക്ലച്ച് ചവിട്ടി സാവധാനം കാലെടുത്തു. അപ്പം ക്ലച്ച് എടുക്കുമ്പോൾ എപ്പോഴും ഹാഫ് ക്ലച്ചിൽ നിൽക്കാൻ എടുക്കേണ്ട നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് എടുക്കുന്നതിന് വേണ്ടിയല്ല, ക്ലച്ച് ചവിട്ടാൻ എടുക്കുന്ന സമയതാമസം ഒഴിവാക്കുന്ന പ്രാക്ടീസാണ്. അപ്പോൾ ഇവിടെ ഇരുന്ന് ക്ലച്ച് ചവിട്ടുക. അപ്പോൾ എപ്പോഴും ക്ലച്ച് ചവിട്ടാൻ പറഞ്ഞാലും ഒറ്റ ചവിട്ട്. ഇതൊരു 25 പ്രാവശ്യം അല്ല 50 പ്രാവശ്യം ഇരുന്നിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അത് എപ്പോഴാണോ നമ്മൾ ഓക്കെ ആവുന്നത് അതുവരെ. ഇപ്പം നമ്മൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ക്ലച്ച് ചവിട്ടുന്നതിൽ പരാജയം സംഭവിക്കുന്ന ഒരു കുട്ടിയെ ഇരുത്തിക്കൊണ്ടാണ്. അപ്പോൾ ആ കുട്ടിയാണ് ഇപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നാളെ മറ്റു കുട്ടികൾക്ക് ഇങ്ങനെ ക്ലച്ച് സഡനായി ചവിട്ടാത്ത കുട്ടികളാക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള പ്രാക്ടീസ് ആയിട്ടാണ് ഇത്. അപ്പം നമ്മളിവിടെ ഇരുന്ന് ഇങ്ങനെ ചെയ്യുക. അപ്പോൾ ക്ലാസ്സിൻ്റെ ടൈം 9 മണിയാണെന്നുണ്ടെങ്കിൽ 8 മണിക്ക് നമ്മൾ പോകും. 8 മണിക്ക് വന്നിട്ട് ഇങ്ങനെ അരമണിക്കൂർ നമ്മളിങ്ങനെ ചവിട്ടി പ്രായം. എന്നിട്ട് കാറിൽ നമ്മൾ ഓടിക്കുമ്പോൾ അടുത്ത ക്ലച്ച് ചവിട്ടുമെന്ന് പറയുമ്പോൾ സഡനായി ചവിട്ടാൻ പറ്റുമെന്ന് നോക്കുക. ചവിടാൻ പറ്റുന്നെങ്കിൽ ഓക്കെയാണ്. അപ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്യും, അത് കഴിഞ്ഞ് ക്ലച്ച് ചവിട്ടും. ക്ലച്ച് ചവിട്ടിയിലാണ് ഗിയർ ഇടുന്നത്. ഗിയർ ഇട്ട് നമ്മൾ ഹാൻഡ് ബ്രേക്കാണ് റിട്ടേൺ ചെയ്യുക. അപ്പോൾ ഇവിടെ ഹാൻഡ് ബ്രേക്ക് പിടിച്ച് വെച്ചേക്കുക, ഇവിടെ ഹാൻഡ് ബ്രേക്ക് റിട്ടേൺ ഉണ്ട്. അപ്പോൾ ഇവിടെ ഹാൻഡ് ബ്രേക്ക് പിടിക്കാൻ നമ്മൾ ഹാൻഡ് ബ്രേക്ക് പിടിക്കുമ്പം ബട്ടൺ പ്രസ് ചെയ്യാറില്ല, ഇങ്ങനെയാണ് പൊക്കുന്നത്. റിട്ടേൺ ചെയ്യുമ്പോൾ ഹാൻഡ് ബ്രേക്കിന് ശകലം പൊക്കി ഈ ബട്ടൺ പ്രസ് ചെയ്ത് താഴ്ത്തും. ഇത് യഥാർത്ഥത്തിലുള്ളത് കാറിലാണ്. പക്ഷേ ഇവിടെ നമ്മൾ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി അങ്ങനെ ഏതെങ്കിലും കുട്ടികൾക്ക് ഹാൻഡ് ബ്രേക്ക് പിടിക്കുന്നതിനും ഹാൻഡ് ബ്രേക്ക് റിട്ടേൺ ചെയ്യാനും ഡൗട്ട് ഉണ്ടെന്നെങ്കിൽ അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഒരു സംവിധാനം ചെയ്തു വെച്ചേക്കാം. അപ്പോൾ ഇതെല്ലാം പഠിക്കുന്ന കുട്ടികൾക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ ഈ MGN മോട്ടോർ ഡ്രൈവിംഗ് സ്കൂളിൽ അവൈലബിളാണ്. അപ്പോൾ ഇത് കുട്ടികൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ അവർക്ക് പ്രാക്ടീസ് വരുള്ളൂ. അപ്പം പഠിപ്പിച്ചിട്ട് കാര്യമില്ല. പഠിപ്പിക്കുന്നത് ത്രൂ ഔട്ട് ക്ലാസ്സുകളാണ്. അവർക്ക് വീഡിയോ മെസ്സേജ് കൊടുക്കുന്നുണ്ട്, വോയിസ് മെസ്സേജ് കൊടുക്കുന്നുണ്ട്, ടെക്സ്റ്റ് മെസ്സേജ്. പക്ഷേ ഇതൊന്നും ആ കുട്ടികളെ ബാധിക്കുന്നില്ല എന്നുള്ളത്. കാരണം അവരൊന്നും അതിനകത്ത് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല. അപ്പോൾ അത്തരം പ്രാധാന്യം ഏത് കുട്ടികൾ കൊടുക്കുന്നോ അവരാണ് ഡ്രൈവിങ്ങിൻ്റെ കാര്യങ്ങളിൽ പരാജയപ്പെടുന്ന കുട്ടികൾക്ക് കരകയറാനുള്ള എളുപ്പമാർഗ്ഗങ്ങളാണ് ഈ കാണുന്നതല്ല. ഹാൻഡ് ബ്രേക്ക് പിടിക്കാനാണോ ബുദ്ധിമുട്ട്, ബട്ടൺ പ്രസ് ചെയ്യാതെ പൊക്കുക. റിട്ടേൺ ആണ്, അല്പം പൊക്കി ബട്ടൺ പ്രസ് ചെയ്ത് താഴ്ത്തുക. സെയിം ഇതേ സിസ്റ്റമാണ് കാർ. നമ്മൾ ഓടിക്കുന്ന സമയത്ത് ക്ലച്ച് ചവിട്ടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ചവിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ആക്സിലേറ്ററും ക്ലച്ചും അപ്പോൾ നമ്മൾ ക്ലച്ച് ഇപ്പം ചവിട്ടാൻ താമസിക്കുന്ന കുട്ടികൾക്ക് പ്രാക്ടീസാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അപ്പോൾ അത് ആ കുട്ടികൾ ഇങ്ങനെ ഇരുന്ന് ഒരു 25 പ്രാവശ്യം ചവിട്ടുക. ഇങ്ങനെ ക്ലച്ച് ഒറ്റ ചവിട്ട്, പകുതിയിൽ നിർത്തി പയ്യെ കാലെടുക്കുക, വീണ്ടും ഒറ്റ ചവിട്ട്, പകുതിയിൽ നിർത്തി പയ്യെ കാലെടുക്കുക. അപ്പോൾ ഈ ചവിട്ടുന്നത് എപ്പോഴും പെട്ടെന്നാണ്, പക്ഷേ എടുക്കുന്നത് ഹാഫ് ക്ലച്ച് എന്ന് പറയുന്ന പകുതിയിൽ നിർത്തി സാവധാനത്തിൽ വേണം ആ ക്ലച്ച് റിലീസ് ചെയ്യേണ്ടത്, ഒരെടുപ്പല്ല. അപ്പോൾ ഇവിടെ ചില കുട്ടികളെന്ന് പറഞ്ഞാൽ ആ ക്ലച്ച് ചവിട്ടുന്നത് സാവധാനത്തിൽ ചവിട്ടും, എടുക്കുന്നത് സാവധാനത്തിൽ, അവർ പെട്ടെന്ന് എടുക്കുക. അപ്പോൾ ഇത് പെട്ടെന്ന് ക്ലച്ച് ചവിട്ടുക, ക്ലച്ചിൻ്റെ പകുതിയിൽ കൊണ്ടുവച്ച് ഹോൾഡ് ചെയ്യുക. പകുതി ഏതാണെന്ന് നമുക്കറിയാം. ആ പകുതിയിൽ ഹോൾഡ് ചെയ്ത് സാവധാനത്തിലേ ക്ലച്ച് ഉയർത്താൻ പാടുള്ളൂ. പിന്നെ പെട്ടെന്ന് ക്ലച്ച് ചവിട്ടി ക്ലച്ച് എടുക്കുമ്പം പകുതി വരെ പെട്ടെന്ന് എടുക്കാം. ആ പകുതി നമ്മുടെ കാലിനറിയാം. അത് ഓരോ വണ്ടിയിലും ഈ പകുതി എന്ന് പറയുന്നത് വ്യത്യാസപ്പെട്ടിരിക്കും. അതിന് നമ്മൾ പറയുന്ന പേര് ക്ലച്ചിൻ്റെ ഹാഫ് ക്ലച്ച് എന്നാണ്, അല്ലെങ്കിൽ മൂവിങ് പൊസിഷൻ എന്നാണ്, അല്ലെങ്കിൽ ബൈറ്റിംഗ് പോയിൻ്റ് എന്ന പേരിലാണ് ഇതിനറിയപ്പെടുന്നത്. അപ്പോൾ എപ്പോഴും ക്ലച്ച് ചവിട്ടുന്ന ഒറ്റ ചവിട്ട്, എടുക്കുമ്പോൾ പകുതിയിൽ കൊണ്ട് നിർത്തി ആ മൂവിങ് പൊസിഷനിൽ നിന്ന് ശ്രദ്ധിച്ച് മാത്രമേ ക്ലച്ച് നിന്ന് കാൽ കാണും. ഇങ്ങനെ ക്ലച്ച് നിന്ന് കാലും എടുക്കുന്നതനുസരിച്ച് നമ്മൾ ആക്സിലേറ്റർ കൊടുത്തുകൊണ്ടിരിക്കണം. എന്ന് പറഞ്ഞാൽ ഒരു കാല് താഴുമ്പോൾ ഒരു കാല് ഉയരണം. ഇതാണ് ഇപ്പം ഇവിടെ നമ്മൾ ആക്സിലേറ്റർ കൊടുത്ത് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ അടുത്ത ഗിയർ എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലച്ച് ചവിട്ടി ആക്സിലേറ്റർ കുറയ്ക്കണം. കാലം എടുത്തുകൊണ്ട് പോകരുത്, കാലം ആക്സിലേറ്റർ പെടലിൻ്റെ പുറത്തിരിക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയറിലിട്ടാണ് വണ്ടി എടുക്കാൻ സങ്കല്പിക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഗിയർ ഇട്ടു, നമ്മൾ ക്ലച്ചിനെ പയ്യെ റിലീസ് ചെയ്തു, വണ്ടി അനങ്ങി തുടങ്ങി. വണ്ടി അനങ്ങി തുടങ്ങുമ്പോൾ ഈ ക്ലച്ചിനെ ഒരു പോയിൻ്റ് നമ്മൾ ചവിട്ടണം. ഈ ഒരു പോയിൻ്റ് ഒരു പക്ഷേ വീഡിയോയിൽ കാണാൻ പറ്റിയെന്ന് വരില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഇത് പറയുന്നത്. വണ്ടി മൂവ് ചെയ്യുമ്പോൾ ഒരു പോയിൻ്റ് ക്ലച്ച് ചവിട്ടി, ഈ ഒരു പോയിൻ്റ് ചവിട്ടിയിട്ട് വീണ്ടും ഒരു പോയിൻ്റ് മാത്രം എടുക്കുന്നു, വീണ്ടും ഒരു പോയിൻ്റ്. ഇതാണ് ക്ലച്ചിൻ്റെ ഫസ്റ്റ് ലെവൽ. അപ്പോൾ എപ്പോഴും നമ്മൾ വണ്ടി എടുക്കുമ്പോഴും ഈ ക്ലച്ചിൻ്റെ ഫസ്റ്റ് ലെവലിൽ നിർത്തി മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റ് സാർ പറയുന്നത് പോവാം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമേ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇപ്പോൾ സപ്പോസ് പറയണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ചവിട്ടി, ക്ലച്ച് ചവിട്ടി, ഗിയർ ഇട്ടു, ആക്സിലേറ്റർ വെച്ചു, പോകാൻ ആവശ്യമായ ആക്സിലേറ്റർ വെച്ചിട്ട് ക്ലച്ച് റിലീസ് ചെയ്യുന്നു. കറക്റ്റ് ആ മൂവിങ് പൊസിഷനിൽ ക്ലച്ച് എത്തി, ഒരു പോയിൻ്റ് ക്ലച്ച് ചവിട്ടി. അപ്പോൾ വണ്ടി റൺ ചെയ്യുന്ന സ്മൂത്തായി. അപ്പോൾ സാറ് മനസ്സിൽ വിചാരിക്കും ആ കുട്ടി ഓക്കെയാണ്, ആ കുട്ടിക്ക് ക്ലച്ച് കൺട്രോളുണ്ട്. ഇത് മറ്റൊന്നങ്ങനെയല്ല, നമ്മൾ ഒരെടുപ്പ് വണ്ടി ഒരു പോക്കാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലച്ച് ചവിട്ടി അനങ്ങുന്ന ഭാഗം നിർത്തി, വണ്ടി മൂവ് ചെയ്യുമ്പോൾ ഒരു പോയിൻ്റ് ക്ലച്ച് ചവിട്ടുന്നു. ഇത് പറഞ്ഞാൽ ഫസ്റ്റ് ലെവലാണ്. ഇവിടെ വെച്ചാണ് ചില പറഞ്ഞാൽ ഡോർ അടഞ്ഞിട്ടില്ല, ഒരാൾ കയറിയിട്ടില്ല എന്നൊക്കെ പറയുന്ന ആ ഒരു ടൈമിങ്ങിലാണ്. അത് കഴിയുമ്പോഴാണ് നമ്മൾ ക്ലച്ച് ഉയരുന്നതനുസരിച്ച് ആക്സിലേറ്റർ കൊടുത്ത് സ്പീഡ് വരുന്നത്. ഇവിടെ നമ്മൾ കാല് കംപ്ലീറ്റ് പൊക്കിയിട്ടാണ് ചില കുട്ടികൾ ആക്സിലേറ്റർ. അങ്ങനെയല്ല, ക്ലച്ച് ചവിട്ടി ഹാഫ് ക്ലച്ചിൽ വണ്ടി മൂവ് ചെയ്യുന്നു, ഒരു പോയിൻ്റ് ചവിട്ടി, അടുത്ത ആ ക്ലച്ചിൻ്റെ ഹാഫ് ക്ലച്ച് കഴിയുന്നതോടൊപ്പം ആക്സിലേറ്റർ കൊടുത്തുകൊണ്ട് കാല് കംപ്ലീറ്റ് പൊക്കിക്കളയരുത്. എന്നിട്ട് അടുത്ത ഗിയർ പെട്ടെന്ന് ക്ലച്ച് ചവിട്ടി ആക്സിലേറ്റർ കുറച്ചു. അപ്പോൾ പെട്ടെന്ന് ക്ലച്ച് ചവിട്ടി ആക്സിലേറ്റർ കുറയ്ക്കുമ്പോഴേ ഓടി വന്ന ഫോഴ്സ് വണ്ടിയിൽ ബാക്കിയായി നിൽക്കുകയുള്ളൂ. ആ സമയത്താണ് നമ്മൾ ഫസ്റ്റ് ഗിയറിൽ നിന്ന് ന്യൂട്രലാക്കി സെക്കൻഡ് ഗിയർ ഇട്ടു, ക്ലച്ചിനെ പകുതിയിൽ കൊണ്ടുവന്നു. ആ പകുതിയിൽ നിന്ന് എടുക്കുന്നതനുസരിച്ച് മാത്രമേ ആക്സിലേറ്റർ കൊടുത്ത് സ്പീഡ് വരുത്താവൂ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ആക്സിലേറ്റർ കൊടുത്ത് സ്പീഡ് വരുത്താം. സ്പീഡ് വന്നു, പെട്ടെന്ന് ക്ലച്ച് ചവിട്ടി ഓക്കെ, പെട്ടെന്ന് ക്ലച്ച് ചവിട്ടി ആക്സിലേറ്റർ കുറച്ചു. അപ്പോൾ വണ്ടി വീണ്ടും മൂവ് ചെയ്യുന്നു. നമ്മൾ ആ പെട്ടെന്ന് ക്ലച്ച് ചവിട്ടി ആക്സിലേറ്റർ കുറച്ചു, ക്ലച്ചിനെ ഹാഫ് ക്ലച്ചിൽ നിർത്തി ക്ലച്ച് എടുക്കുന്നു, വീണ്ടും ആക്സിലേറ്റർ കൊടുത്ത് സ്പീഡ് വരുന്നു. വീണ്ടും അടുത്ത ഗിയർ പെട്ടെന്ന് ക്ലച്ച് ചവിട്ടി ആക്സിലേറ്റർ കുറച്ചു. ഫോർത്ത് ഗിയർ, തേർഡിന് ന്യൂട്രൽ, ഫോർത്ത് ക്ലച്ച് നിന്ന് പകുതിയിൽ കാലെടുത്തു, ബാക്കി പകുതി വരുന്നതനുസരിച്ച് സ്പീഡ് വരുത്തി. ഇപ്പോൾ ഫോർത്ത് ഗിയർ ആകുമ്പോൾ ക്ലച്ച് നിന്ന് കാല് മാറ്റി താഴെ വെച്ച് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു സമയത്ത് സാറ് പറയുകയാണ് വണ്ടിയെ സ്റ്റോപ്പ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഇൻഡിക്കേറ്റർ ഇടും. എന്നിട്ട് വണ്ടി 40 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നതെങ്കിൽ ആദ്യം നമ്മൾ ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്ത് ബ്രേക്കിനോടൊപ്പം ക്ലച്ചും ചവിട്ടും. ഈ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഒറ്റ ചവിട്ടല്ല, ബ്രേക്ക് ചെയ്യുന്നു, ബ്രേക്കിനോടൊപ്പം ക്ലച്ച് ചവിട്ടുന്നു. എന്നിട്ട് വണ്ടിയെ സ്ലോ ചെയ്യും. വണ്ടി സ്ലോ ആകുമ്പോൾ നമ്മൾ ഈ ബ്രേക്കിനെ ലൂസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഓടി വന്ന ഫോഴ്സിൽ വണ്ടി വീണ്ടും പോകും. ആ സമയത്ത് നമ്മൾ എങ്ങോട്ടാണോ കൊണ്ടുവരേണ്ടത് അങ്ങോട്ട് നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കണം. അത്രയും വന്നതിന് ശേഷം അതുപോലെ വീണ്ടും നമ്മൾ തിരിക്കണം. അപ്പോൾ വണ്ടിയുടെ ബോഡി ലെവലായി. വണ്ടിയുടെ ബോഡി ലെവലാകുമ്പോൾ വീണ്ടും സ്റ്റിയറിങ്ങിനെ തിരിച്ച് വണ്ടിയെ ലെവലാക്കി നിർത്തുക. നിൽക്കുന്നതിന് തൊട്ട് മുമ്പ് ആ ബ്രേക്കിൽ കൊടുത്തിരിക്കുന്ന ഫോഴ്സിനെ ഒരു ശകലം ഒന്ന് കുറയ്ക്കുക. അങ്ങനെയാകുമ്പോൾ വണ്ടിയിലിരിക്കുന്ന ആളുകൾ ഇങ്ങനെ ആവില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ഒരു വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യം. ഒന്നുകൂടെ പറയുകയാണ്. ഇപ്പോൾ നമ്മൾ വണ്ടിയെ എടുക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു വണ്ടിയെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഒരു വണ്ടിയെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ബ്രേക്ക്, അത് കഴിഞ്ഞ് ഉടനെ ക്ലച്ച്, അത് കഴിഞ്ഞ് ന്യൂട്രലാക്കി ഇഗ്നിഷൻ സ്വിച്ച്, ആക്സിലേറ്റർ, സ്റ്റാർട്ട്. ഇവിടെ ഇപ്പോൾ ഈ ക്ലാസ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ആക്സിലേറ്ററും ക്ലച്ചും തമ്മിലുള്ള ക്ലാസ്സിനകത്താണ്. അപ്പോൾ കാല് ആക്സിലേറ്ററിൽ വെച്ചു. ആക്സിലേറ്റർ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വണ്ടി ഓടിക്കുന്ന ഒരാളിന് ആരോഗ്യമുള്ള ആൾക്കാരാണ് വണ്ടി ഓടിക്കാൻ വരുന്നത്. അത് പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അവരുടെ വലത്തേ കാലിന് സ്വാധീനക്കുറവുള്ള കുട്ടികൾ ആരും വണ്ടി ഡ്രൈവിംഗ് പഠിക്കാൻ വരുന്നതില്ല. പക്ഷേ ഈ ആക്സിലേറ്ററിനെ 1ലോ 2ലോ കൊടുത്ത് നിർത്താൻ കഴിവില്ലാത്തവരാണ് 10 കുട്ടികളിൽ 7 കുട്ടികൾ. കാരണം നമ്മൾ ആക്സിലേറ്റർ 1ലോ 2ലോ കൊടുത്ത് നിർത്തി കഴിഞ്ഞാൽ ക്ലച്ച് നമ്മൾ പകുതിയിലെടുക്കണം. ഈ ആക്സിലേറ്റർ എന്ന് പറയുന്നത് എഞ്ചിൻ്റെ പവറാണ്. അപ്പോൾ നമ്മൾ ആക്സിലേറ്ററിലൂടെ എഞ്ചിൻ്റെ പവർ കൊടുത്തു, ആ പവറിൻ്റെ ബലത്തിൽ ക്ലച്ചിനെ നമ്മൾ പകുതിയിൽ നിർത്തിയിരിക്കുകയാണ്. ഈ പകുതി എത്തുമ്പോൾ പല കുട്ടികളും ആക്സിലേറ്റർ കുറയ്ക്കും. എന്ന് പറഞ്ഞാൽ അവിടെ എഞ്ചിൻ്റെ പവർ നഷ്ടപ്പെട്ടു, പിന്നെ വണ്ടി പോകില്ല. യഥാർത്ഥത്തിൽ ക്ലച്ച് ഹാഫ് ക്ലച്ചിലാവുമ്പം ആക്സിലേറ്റർ ലിമിറ്റായി ക്രമപ്പെടുത്തി വയ്ക്കണം. അത് കഴിഞ്ഞ് ക്ലച്ച് ഉയരുന്നതനുസരിച്ച് ആക്സിലേറ്റർ കൊടുത്ത് സ്പീഡ് വരുത്തണം. പെട്ടെന്ന് ക്ലച്ച് ചവിട്ടി അടുത്ത ഗിയർ, ന്യൂട്രൽ, സെക്കൻഡ്. വീണ്ടും ക്ലച്ചിനെ നമ്മൾ പകുതി എടുത്തു കഴിഞ്ഞാൽ അടുത്ത പകുതി ഉയരുന്നതിന് ആക്സിലേറ്റർ കൊടുത്തുകൊണ്ടിരിക്കണം. കൊടുത്ത് സ്പീഡ് വരുത്തി പെട്ടെന്ന് ക്ലച്ച് ചവിട്ടി ആക്സിലേറ്റർ കൊടുത്തു. വീണ്ടും സെക്കൻഡിൻ്റെ ന്യൂട്രൽ, തേർഡ്. ക്ലച്ച് നമ്മൾ പയ്യെ കാലെടുത്തു, പകുതിയിൽ കൊണ്ട് നിർത്തി. അടുത്ത പകുതി കഴിഞ്ഞ് സ്പീഡ് വരുത്തി പെട്ടെന്ന് ക്ലച്ച് ചവിട്ടി ആക്സിലേറ്റർ കുറച്ചു, ന്യൂട്രൽ, ഫോർത്ത്. ഫോർത്ത് ഗിയർ ആകുമ്പോൾ മാത്രമേ ക്ലച്ചിൽ നിന്ന് കാല് മാറ്റി താഴെ വയ്ക്കൂ.